ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ 30,000 രൂപയിൽ താഴെയുള്ള മികച്ച 5 സ്മാർട്ട് ഫോണുകളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ആക്ച്വലി ഞാൻ ആദ്യം നോക്കിയപ്പോൾ 6 ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ചൊക്കെ ഫിൽട്ടർ ചെയ്ത് എന്നാലും ഞാൻ മെൻഷൻ ചെയ്യാം ഈ പറഞ്ഞ 6 എന്തായാലും. അപ്പം ആദ്യത്തെ സ്ഥാനം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഗെയിമേഴ്സിന് വേണ്ടിയുള്ളതായിരിക്കും, അതായത് ഗെയിമിംഗ് ഫോൺ. നമ്മൾ ഡയറക്റ്റ് കാര്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിത് എനിക്കൊന്ന് 3-4 വീഡിയോ ആയിട്ട് ഞാൻ പറയാൻ മറന്നു, ഇതിനാണ് ഞാൻ ഓർത്തത്. സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. നമുക്കൊരു 60 എത്തിക്കഴിഞ്ഞാൽ 100 എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ. ഏതാ സോ ആദ്യത്തെ ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ പോക്കോയുടെ സ്വന്തം പോക്കോ X6 Pro ആണ്. ഈ ഒരു ഫോണിൽ നമുക്ക് 6.67 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ, 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, 10-bit AMOLED ആണ്, HDR10+ ഉണ്ട്, ഡോൾബി വിഷൻ ഉൾപ്പെടെ ഉണ്ട്. അതായത് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ ഇൻ ദിസ് കാറ്റഗറി ആണ്. Gorilla Glass 5 ആണ്, Dimensity 8300 Ultra ആണ്, LPDDR5X, UFS 4.0. ഇത്രയും പെർഫോമൻസ് കോമ്പിനേഷൻ ഉള്ള വേറെ ഫോൺ നിങ്ങൾക്ക് കിട്ടത്തില്ല. Android 14 ആണ്, SD slot ഇല്ല, 3.5mm ജാക്കും ഇല്ല, 64 മെഗാപിക്സൽ പ്രൈമറി ക്യാമറ, 8 മെഗാപിക്സൽ അൾട്രാവൈഡും, 2 മെഗാപിക്സൽ പ്രൊസസ്സറും, 16 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, 5000 mAh ബാറ്ററിയും 67 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജറുമാണ്. 8GB 256GB ഇപ്പോൾ ഓഫർ പ്രൈസ് 24,000 ആണ്. 512GB നിങ്ങൾക്ക് 26,000 12GB, അതായത് 512GB HDD ഹാർഡ് സ്റ്റോറേജ്, ഇന്റർണൽ സ്റ്റോറേജ് നിങ്ങൾക്ക് കിട്ടും. അയ്യോ, അതൊരു വല്ലാത്തൊരു പ്രൈസിങ്ങും ആ ഒരു വേരിയന്റ് കൊള്ളാം. ഈ ഒരു ഫോൺ സ്പെസിഫിക്കലി ഗെയിമേഴ്സിന് വേണ്ടിയാണ്. BGMI, ഫ്രീ ഫയർ, ഏത് ഗെയിമുകൾ നിങ്ങൾക്ക് കളിക്കും, കോൾ ഓഫ് ഡ്യൂട്ടി, എനി ഗെയിം. സോ ഗെയിമേഴ്സിന് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഫോൺ ഇതാണ്. അണ്ടർ 30K പെർഫോമൻസ് ഏറ്റവും മാക്സിമത്തിൽ നോക്കുന്നവർക്ക് ഈ ഒരു ഫോൺ നോക്കാം. ഈവൻ പെർഫോമൻസ് വേണ്ടവർക്കും, അതായത് ഞാൻ പറഞ്ഞില്ല ഗെയിമേഴ്സ് അല്ലാതെ പൊതുവെ ലാഗ് വരണ്ട എന്നുള്ള ഒരു കാറ്റഗറി ആൾക്കാരുണ്ട്, അവർക്കും ഈ ഒരു ഫോണാണ് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ബെസ്റ്റ് ആണ്, എല്ലാം ബെസ്റ്റ് ആണ്. LPDDR5X, UFS 4.0 ഈ പ്രൈസ് വേറെ കമ്പനി തരുന്നില്ല. 256GB ബേസ് വേരിയന്റ് ആണ് അതിനകത്തുണ്ട്. അപ്പൊ ഇതാണ് പോക്കോ X6 Pro. അടുത്തായിട്ടുള്ള സ്ഥാനം ഞാൻ കൊടുത്തിരിക്കുന്നത് റെഡ്മിയുടെ സ്വന്തം റെഡ്മി നോട്ട് 13 Pro പ്ലസിനും റിയൽമിയുടെ 12 പ്രോയ്ക്കുമായിരുന്നു ഞാൻ കൊടുത്തിരുന്നത്. റിയൽമി 12 Pro സാങ്കേതിക തടസ്സം കൊണ്ട് ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ നോക്കിയിട്ട് 6 Gen 1 26,000 നിങ്ങൾ മേടിക്കുന്നതിനകത്ത് എനിക്ക് വലിയ അർത്ഥം തോന്നുന്നില്ല. P1 Pro നിങ്ങൾക്ക് എടുക്കാം വേണമെങ്കിൽ, റിയൽമിയുടെ P1 Pro 6 Gen 1 വെച്ച് നിങ്ങൾക്ക് അത് കേർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ഉള്ളതുകൊണ്ട് വേണം സജസ്റ്റ് ചെയ്യാം. പക്ഷേ അത് ഞാൻ സ്പെസിഫിക്കലി റിയൽമി വേണ്ടവർക്കും കേർവ്ഡ് വേണ്ടവർക്കും പിന്നെ സർവീസ് സെന്ററിന്റെ പ്രശ്നമുള്ളവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യാം ആ ഫോൺ. അല്ലാതെ എനിക്ക് പേഴ്സണലി സജസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല റിയൽമി 12 Pro. അതുകൊണ്ട് ഞാൻ അത് എടുത്ത് പറയുന്നില്ല. പിന്നുള്ളത് റെഡ്മിയുടെ നോട്ട് 13 Pro പ്ലസ് ആണ്. അത് സ്പെസിഫിക്കേഷൻ വെച്ച് കുറെ ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് അത് ഞാൻ മെൻഷൻ ചെയ്യുന്നു. പക്ഷെ ഞാൻ അത്ര സജസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് റെഡ്മി, റിയൽമി ഇങ്ങനെ രണ്ടെണ്ണത്തിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്കൊക്കെ പോകാം. പക്ഷെ എന്റെ സജഷൻ ഉള്ളത് ഇതിന് മുമ്പോട്ടുള്ള ഫോൺസ് ആണ്. നോട്ട് 13 Pro പ്ലസ് 6.67 ഇഞ്ചിന്റെ ഫുൾ HD+ കർവ്ഡ് AMOLED ആണ്, 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, 10-bit AMOLED ആണ്, HDR10+ ഉണ്ട്, ഡോൾബി വിഷൻ ആണ്, Gorilla Glass Victusന് സപ്പോർട്ട് ഉണ്ട്, Dimensity 7200 Ultra ആണ്, LPDDR4X, UFS 3.1 ആണ്, Android 13 ആണ്, 200 മെഗാപിക്സൽ പ്രൈമറി ക്യാമറ ഉണ്ട്, 8 മെഗാപിക്സൽ അൾട്രാവൈഡ് ഉണ്ട്, 2 മെഗാപിക്സൽ പ്രൊസസ്സർ ഉണ്ട്, 16 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ സ്കാനർ, ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, 5000 mAh ബാറ്ററി, 120 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജറാണ്. ഈ ഒരു ഫോണിന്റെ ബേസ് വേരിയന്റ് പ്രൈസ് 8GB 256GB 31,000 ആണ്. അതായത് 31,000 രൂപയാണ്. പ്രൈസ് കൂടുതലാണ് ഓഫ് കോഴ്സ്, നമ്മൾ ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ റെഡ്മി പിന്നെ സർവീസ് സെന്റർ ഇങ്ങനെ കുറെ പ്രയോറിറ്റീസ്, കുറെ പേർക്ക് ഇപ്പം എന്റെ ബെസ്റ്റ് സജഷൻ പല കമ്പനികളും, ഇപ്പം ഒന്ന് മോട്ടോ ഉണ്ട്, OnePlus ഉണ്ട്, ഇങ്ങനെയൊക്കെ IQ ഉണ്ട്, ഇങ്ങനെ 3-4 കമ്പനികളാണ് ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യാറ്. ഈ പറഞ്ഞ കമ്പനികൾക്കൊക്കെ ആൾക്കാർ കൂടുതൽ പറഞ്ഞൊരു പ്രശ്നമാണ് സർവീസ് സെന്റർ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് എനിക്ക് റെഡ്മി, റിയൽമി ഒക്കെ എടുക്കാം. സർവീസ് സെന്റർ ചിന്തിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ റെഡ്മി, റിയൽമി ഒക്കെ ഈ ഒരു ഓൺലൈൻ പെർസ്പെക്റ്റീവിൽ മേടിക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം വേറെ ഫോൺസ് ഇല്ല. സോ സർവീസ് സെന്റർ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും പിന്നെ ഇതിനകത്ത് കർവ്ഡ് AMOLEDും ഡിസ്പ്ലേ ഒക്കെ കിടിലാണ്. പിന്നെ പെർഫോമൻസ് അത്യാവശ്യം നല്ലതാണ്. 200 മെഗാപിക്സൽ കിട്ടും പുഴുകാം, പക്ഷെ അത്രേ ഉള്ളൂ. അപ്പൊ ഇത് നോക്കാം. ഞാൻ അത്ര സജസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷെ റെഡ്മി വേണ്ടവർക്ക് ഇത് എടുക്കാം. അടുത്തായിട്ടുള്ള 3-ാം സ്ഥാനത്തെ ഫോണാണ്. അത് നമ്മുടെ സ്വന്തം OnePlusന്റെ നോഡ് CE4 എന്ന് പറഞ്ഞ ഫോണാണ്. എന്തുകൊണ്ട് ഇത് മേലിലോട്ട് കയറിപ്പോയെന്ന് വെച്ചാൽ ബാക്കി എല്ലാ ഫോൺസിനെയും പ്രൈസും അങ്ങ് മാച്ച് ചെയ്യുന്നില്ല. പക്ഷെ ഇത് അത്യാവശ്യം ഓൾമോസ്റ്റ് പെർഫെക്റ്റ്ലി മാച്ച്ഡ് ഫോണാണ്. ഈ ഒരു ഫോൺ അണ്ടർ റേറ്റഡ് ആയി, പക്ഷെ സംഭവം നല്ല ഫോണാണ്. 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ്, 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, 10-bit AMOLED ആണ്, HDR10+ ഉണ്ട്, Snapdragon 7 Gen 3 ചിപ്സെറ്റ് ഉണ്ട്, Android 14 ആണ്, LPDDR4X, UFS 3.1 ആണ്, ഹൈബ്രിഡ് സ്ലോട്ട് ഉണ്ട്, വളരെ റെയർ ആണ്, 50 മെഗാപിക്സൽ സോണിയുടെ പ്രൈമറി ക്യാമറ ഉണ്ട്, 8 മെഗാപിക്സൽ അൾട്രാവൈഡ് ഉണ്ട്, 16 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ ഉണ്ട്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ സ്കാനർ ഉണ്ട്, ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, 5500 mAh ബാറ്ററിയും 100 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ട്. 8GB 120GB പ്രൈസ് 25,000 ആണ്. 25,000 അത്യാവശ്യം വർത്തായിട്ടൊരു ഫോണാണ്. എന്റെ ഒരു ബെസ്റ്റ് സജഷൻ എപ്പോഴും OnePlus ആണ്. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറയുവാണെങ്കിൽ ഇനിയും ഇതിന് മുമ്പോട്ടുള്ള ഒരു ഫോണേ ഞാൻ പറയുള്ളൂ. പക്ഷെ ഇത് 25,000 ദിസ് വെർത്ത്. നിങ്ങൾ 12 Pro എടുക്കാനോ റിയൽമിയുടെ 12 Pro, റെഡ്മിയുടെ നോട്ട് 13 Pro ഒന്നും എടുക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഗോ ഫോർ ദിസ്. കാരണം ഇതെല്ലാം ബാലൻസ്ഡ് ആണ്. ക്യാമറ അങ്ങനെ എക്സ്ട്രാ ബ്രില്യന്റ് ആണെങ്കിൽ പോലും ഇത് നല്ലൊരു ക്യാമറ നേരത്തെ തന്നെ വെച്ച് നോക്കുമ്പോൾ. പെർഫോമൻസ് നല്ല, സോഫ്റ്റ്വെയർ ഓഫ് കോഴ്സ് നല്ലതാണ്, ബ്ലോട്ട് വൈസ് ഒന്നുമില്ല. പിന്നെ OnePlus
ഫോർ മിറർ സെൽഫി പർപ്പസ്. അങ്ങനെ അടുത്ത രണ്ടാമത്തെ സ്ഥാനത്തിരിക്കും നമ്മുടെ മാവേലി വരുന്ന പോലെ, ഓണത്തിന് വന്ന പോലെ ഇപ്പോൾ ഓഫർ ആയതുകൊണ്ട് വന്ന ഒരു ആളാണ്. ഈ പറഞ്ഞ കമ്പനി തന്നെ OnePlusന്റെ 11R ആണ്. ഇത് മറ്റേ ബാഹുബലി നാട്ടുകാരുടെ ഇടയിലോട്ട് ഇറങ്ങി വരുന്നതിന് വളരെ പരമ ഉദാഹരണമാണ്. കാരണം OnePlus 11R പ്രൈസ് ശരിക്കും താന്നിരിക്കുകയാണ്. ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ 6.74 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ, 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, 10-bit AMOLED ആണ്, HDR10+ ഉണ്ട്, Snapdragon 8+ Gen 1 ചിപ്സെറ്റ് ആണ്, LPDDR5 UFS 3.1 ആണ്, Android 14 ആണ്, ജാക്കും ഇല്ല, സ്ലോട്ടും ഇല്ല, 50 മെഗാപിക്സൽ പ്രൈമറി ക്യാമറ ഉണ്ട്, 8 മെഗാപിക്സൽ അൾട്രാ 2 മെഗാപിക്സൽ പ്രോസസർ, 16 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ ഉണ്ട്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, 5000 mAh ബാറ്ററി, 100 വാട്ട്സിന്റെ കിഡിലൻ ഫാസ്റ്റ് ചാർജർ ആണ്. 8GB 128GB പ്രൈസ് കറന്റ് 30,700 രൂപയാണ്. അതായത് ആമസോണിൽ നിങ്ങൾക്ക് നോക്കിയാൽ മതി, ഓഫർ പ്രൈസ് ആണ്. ഒരു സജഷൻ എന്ന് പറയുന്നത് OnePlusന്റെ വേറെ ഒരു ഫോൺ നിങ്ങൾ നോക്കണം, Nord 3 നോക്കണം, C4, ഞാൻ ഇപ്പോൾ പറഞ്ഞ C4 നോക്കണ്ട, ഇത് മേടിക്കാമെങ്കിൽ ഇത് മേടിക്കുക. കാരണം 40,000 രൂപയ്ക്ക് ഇറക്കിയിട്ട് ക്യാമറയും പെർഫോമൻസ് എല്ലാം ബാലൻസ് ചെയ്തൊരു ഫോണാണ്. അത് 30,000 വരുമ്പം ബാക്കിയുള്ള ഫോണുകൾക്ക് ഒരു ഡിസ്ട്രപ്ഷൻ തന്നെയാണ്. സോ ക്യാമറ ആണെങ്കിലും ഓവറോൾ നമ്മളീ പറഞ്ഞ ഞാൻ iQ Neo 7 Pro എടുത്ത കുറെ കാരണങ്ങളാണ് ഓൾറൗണ്ടർ. അപ്പൊ ആ ഒരു സെറ്റപ്പ് ഇപ്പോൾ 11R ഞാൻ കാണുന്നുണ്ട് 30.7K. OnePlus ഒരു വർഷം പഴയ ഫോൺ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ ഒരു പേഴ്സണൽ സജഷനാണ്, നിങ്ങൾക്ക് താല്പര്യം കൊണ്ട് എടുക്കാം. പിന്നെ ഗെയിമേഴ്സിനും ഇത് എടുക്കാവുന്നതാണ്, കാരണം നമ്മുടെ 8+ Gen 1 ആണ്, ചുമ്മാ പൊളിയായിരിക്കും. അപ്പോൾ ഓവറോൾ ഒരു പാക്കേജ് ആണ് എനിക്ക് തോന്നുന്നത് ഇത്. പക്ഷേ ഒരു വർഷം പഴയതാണ്. ഇനി പുതിയ തന്നെ വേണ്ടവർക്ക് അടുത്തായിട്ടുള്ള നമ്മുടെ ഒന്നാം സ്ഥാനത്തിരിക്കുന്ന താരത്തിനെ പറ്റി നോക്കാം. മോട്ടോയുടെ സ്വന്തം മോട്ടോ എഡ്ജ് 50 Pro ആണ്. ഈ ഒരു ഫോൺ ഞാൻ ക്രിട്ടിസൈസ് ചെയ്തതാണ്, കാരണം UFSന്റെ സ്റ്റോറേജ് ടൈപ്പിന്റെയും റാം ടൈപ്പിന്റെ കാര്യം പറയാം. പക്ഷേ അതിലേക്ക് നമുക്ക് വരാം. ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ 6.67 ഇഞ്ചിന്റെ ഫുൾ HD+ കർവ്ഡ് POLED ഡിസ്പ്ലേ ആണ്, 144 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, 10-bit ആണ്, HDR10+ ഉണ്ട്, IP68 വാട്ടർ റേറ്റിംഗ് ഉണ്ട്, Snapdragon 7 Gen 3 ആണ്, LPDDR4X UFS 2.2 ആണ്, Android 14 ആണ്, 50 മെഗാപിക്സൽ OIS ഉള്ള ക്യാമറ, 10 മെഗാപിക്സൽ ടെലിഫോട്ടോ വിത്ത് 3x ഒപ്റ്റിക്കൽ സൂം, 13 മെഗാപിക്സൽ അൾട്രാ വൈഡ് ഉണ്ട്, 50 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ ഉണ്ട്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, 4500 mAh ബാറ്ററിയും, 68 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജറും, 125 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജറും. അതായത് 8GB 256GBക്ക് 31,000 രൂപയാണ് 68 വാട്ടിന്റെ ചാർജർ വിത്ത്. ഇനി 125 വാട്ട്സിന്റെ ചാർജർ തന്നെ വേണമെങ്കിൽ 34,000 രൂപയാണ്. ഈ ഒരു ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ ഓരോന്നും എടുത്തെടുത്ത് പറയാം. ഡിസ്പ്ലേ കർവ്ഡ് ആണ്, കുറെ പേർക്ക് ഇപ്പൊ താല്പര്യമാണ്. 7 Gen 3 ഒരു പെർഫെക്റ്റ് നോർമൽ യൂസ് ചിപ്സെറ്റ് ആണ്. ഇനി അടുത്തതായിട്ടുള്ള LPDDR4X UFS 2.1. ഈ ഒരു ഫോണിനെ ഏറ്റവും ക്രിട്ടിസൈസ് ചെയ്ത് ഈ ഒരു സാധനം വെച്ചാണ് ഞാൻ ഉൾപ്പെടെ. പക്ഷേ പല വലിയ കമ്പനികളുടെ UFS 3.1നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 50 Pro വളരെ കിടിലിനായിട്ടാണ് ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത്. അതായത് റീഡ് റൈറ്റിംഗിലെ എസ്പെഷ്യലി റൈറ്റ് സ്പീഡ് നോക്കിക്കഴിഞ്ഞാൽ എഡ്ജ് 50 Pro പല UFS 3.1 ഫോൺസിനും ബെറ്റർ ആണ്. അതൊക്കെ കൊണ്ട് ഈ വാദം പൊളിയുകയാണ്. അതായത് ഇറ്റ്സ് ഓക്കെ, നോർമൽ യൂസർ ആണെങ്കിൽ കുഴപ്പമില്ല. ക്യാമറയുടെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രൈമറി ക്യാമറയും അൾട്രാ വൈഡ് 13 മെഗാപിക്സലും ടെലിഫോട്ടോ ഉൾപ്പെടെയുണ്ട്. ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ വേറെ ഒരു കമ്പനിയും തരുന്നില്ല ടെലിഫോട്ടോ. ഇനി വേറെ എന്താണ് വേണ്ടത്? സോ ദിസ് വൺ ഈസ് ദ ഓൾറൗണ്ടർ, പെർഫെക്റ്റ് ഓൾറൗണ്ടർ. രണ്ടാമത് പറഞ്ഞ OnePlus എന്ന് പറയുന്നത് ഗെയിമിങ്ങോട് വിത്തുള്ള ഒരു ഓൾറൗണ്ടർ. പക്ഷെ അതിന്റെ എല്ലാം ഹൈ ലെവൽ ചെല്ലണമെന്നില്ല. എല്ലാം ഞാൻ പറഞ്ഞ 95 മാർക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ മോട്ടോയുടെ ഫോൺ ഒരു പരിധി വരെ എല്ലാം 95 ആണ്, ഗെയിമിംഗ് ഒഴിച്ച്. അപ്പം പറഞ്ഞ് മനസ്സിലായെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ ശതമാനം ആൾക്കാർ മേടിക്കുന്നത് നോർമൽ യൂസിനാണ്. നോർമൽ യൂസ് ആ ഒരു കാറ്റഗറിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോഴ്സ് ചെയ്ത് പറയാറ്. കാരണം ബാക്കിയൊക്കെ ഗെയിമിങ് അല്ലെങ്കിൽ ക്യാമറ ഇങ്ങനെ സ്പെസിഫിക്കലി പോകുന്നുണ്ട്. പക്ഷെ ഒട്ടുമിക്ക പേർക്കും വേണ്ട ഒരു നോർമൽ സാധനമാണ്. പെർഫോമൻസ് എക്സ്ട്രീം വേണ്ട, പക്ഷെ നോർമൽ. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് ദ പെർഫെക്റ്റ് ഓൾറൗണ്ടർ. എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ക്യാമറ ഉണ്ട്, ഡിസ്പ്ലേ ഉണ്ട്. നോർമൽ യൂസർ ആണെങ്കിൽ പെർഫോമൻസ് ഉണ്ട്. വലിയ കുഴപ്പമില്ലാത്ത BGMI ഗെയിമിംഗ് ഒക്കെ പറ്റും. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല. ബട്ട് സ്റ്റിൽ 31,000 ആണ്. 31,000 വർത്താണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കാർഡൊക്കെ ഉണ്ടെങ്കിൽ 28-29 ഒക്കെ കിട്ടും. 29-30 കിട്ടും. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു ഫോൺ ഇതാണ് 50 Pro. അപ്പം ഓരോ ഫോണിനെയും പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കും. ഇതാണ് 30K ഫോൺസ്. പിന്നെ സ്പെഷ്യൽ മെൻഷനാതെ ഞാൻ പറഞ്ഞു, റിയൽമിയുടെ 12 Pro Plus ഒരിക്കലും എടുക്കരുത്. ഇത്രയും പ്രൈസ് വെച്ചൊരു ഫോൺ 33,000 രൂപ അത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് iQ Neo 9 Pro എടുക്കാം. പിന്നെ ഞാൻ Note 13 Pro Plus പറഞ്ഞു, അത് കൺസിഡർ ചെയ്യാം. റെഡ്മി വേണമെങ്കിൽ, റിയൽമി 12 Proയും വേണമെങ്കിൽ നോക്കാം, റിയൽമി വേണമെങ്കിൽ. അല്ലാതെ ഞാൻ പറയത്തില്ല. അല്ലാതെ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള ഫോൺസ് മാത്രമേ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളൂ. ഇനി പുതിയ ഏതെങ്കിലുമൊക്കെ ഫോൺ വരുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പിന്നെ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാം. അപ്പം ഇത്രയൊക്കെ പറയുന്നതുകൊണ്ട് വീഡിയോ നിർത്തുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും